എടോ ആ മീര എടുത്ത് വരാൻ പറയട്ടോ. സാറിനെ വിളിച്ചായിരുന്നു. എന്തിനാ വിളിച്ചേ? ആ താമ ആ ഫയൽ ചെക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. എന്ത് ഫയലാ സാർ? സാർ എനിക്ക് അങ്ങനെ ഒന്നും അയച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അത് ഡോക്യുമെന്റ് ആയിട്ടുള്ള ഒരു ഫയലാ, അപ്പോ അത് സാധ തന്നെ ചെക്ക് ചെയ്യണം. ഓക്കെ, ഞാൻ ചെയ്തേക്കാം സാർ. ഫയലിംഗ് തന്നേരെ. ഇതാ ഇത് കളയാണ്ട് സൂക്ഷിക്കണം കേട്ടോ. സാർ ഞാൻ നോക്കിക്കോളാം. ഇങ്ങേരിട്ടിപ്പോ എങ്ങോട്ട് പോവാ? ഞാൻ കൂടെ പോണോ ഇനി? അതൊന്നും വേണ്ട. ഇതൊന്നും എനിക്ക് പെട്ടെന്നൊരു വയ്യായിക. ഹലോ, ഇതിപ്പോ ഈ സമയത്ത് താനാരാ? ഞാൻ ജിമിൻ, അങ്കിത്തിന്റെ ഫ്രണ്ടാ. ഹലോ. അല്ല, അവൻ എവിടെ പോയിന്നറിയോ? അത് സാർ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു, അല്ലാണ്ട് ഞാനൊന്നും ചോദിച്ചില്ല. താൻ ഇവിടെ എന്താ വർക്ക് ചെയ്യുന്നത്? ഞാൻ സാറിന്റെ പി ആയിട്ടാ വർക്ക് ചെയ്യുന്നത്. അത് കൊള്ളാം, നീ അവന്റെ പി ആയിട്ട്. നിനക്ക് അവൻ എവിടെ പോയെന്നറിയില്ല? അത് സാർ എവിടെ പോയതാണെന്ന് എന്റെ അടുത്ത് പറഞ്ഞില്ല, പിന്നെ എനിക്ക് വയ്യായിരുന്നു, അതാ. പിന്നെ അത് നിന്റെ ഉത്തരവാദിത്തല്ലേ, അല്ലാണ്ട് സാറ് പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട കാര്യമാണോ? അല്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പി ഒക്കെ ആയിട്ട്, അതുകൊണ്ട് എനിക്ക്. അതൊക്കെ പോട്ടെ, നിന്റെ പേരെന്താ? മീര. എനിവേ, നൈസ് നെയിം. ഹേയ് ജിമിൻ, എത്ര നാളായി കണ്ടു. നീ ഇതെന്തീ കാണിക്കുന്ന? എന്നെ വിട്ടേ. ഇപ്പൊ അങ്ങനെയൊക്കെയായോ? ഇപ്പൊ എന്നെ ഓർക്കുന്നൊന്നുമില്ലേ നിങ്ങള്? മീര, ഞാൻ പരിചയപ്പെടുത്താൻ പറഞ്ഞു. ഇതെന്റെ ബോയ് ഫ്രണ്ട് ജിമിൻ. ഗുഡ്. ഇതല്ലേ നിന്റെ ബോയ് ഫ്രണ്ട്? മീര, ഞാൻ ഇവളുടെ ബോയ് ഫ്രണ്ട് ഒന്നുമല്ല. പ്ലീസ് ലീവ് മീ. നീ അത് കാര്യമൊക്കെ ഉണ്ടാ? ഞാൻ പോട്ടെ. ജിമിനായിട്ട് ചുമ്മാ പറഞ്ഞതാ. എങ്ങനെയല്ല അങ്ങേരൊന്ന് വളച്ചെടുക്കാൻ പറ്റണേ? പ്ലീസ് 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 പ്ലീസ്. മീര, അതാ വരുന്നു സാർ. ജിമിൻ സാറോ? കേറി വാ സാർ. എന്താ പതിവില്ലാണ്ടൊരു വരവ്? അതൊന്നുമില്ല, ഞാൻ അവനെ കാണാൻ വേണ്ടി വന്ന. അപ്പൊ ഞാൻ ജസ്റ്റ് നിന്റെ അടുത്ത് കയറിയുള്ളൂ. എന്നാ പിന്നെ പറഞ്ഞോട്ടെ. സാറിന് എന്താ പറയാനുള്ള? അല്ല, താൻ ബിസി ആണെങ്കിൽ വേണ്ട കേട്ടോ, ഞാൻ ജസ്റ്റ് വന്നേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല. അങ്കിത് സാർ എന്ന ഫയൽ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കുന്നയാ. മീരയ്ക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ? അങ്ങനെ ആരുമില്ല സാർ. കുറെ എക്സ്പെക്ടേഷൻ ഉണ്ടെന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. അതെന്താ, എക്സ്പെക്ടേഷൻ ഉള്ള ആളെ കിട്ടിയില്ലേ? അങ്ങനെയൊന്നുമില്ല. ഞാൻ പിന്നെ നോക്കാനൊന്നും പോയില്ല. പഠിപ്പൊക്കെ അല്ലേ, പഠിച്ചിട്ട് മതി നോർത്തു. സാറെന്താ അങ്ങനെയൊക്കെ ചോദിച്ചേ? ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളൂ. കാതറൻ, എന്താ സാർ? തനിക്കെന്താ പറ്റിയ? കരഞ്ഞോണ്ട് ഓടുന്ന? എനിക്ക് കുഴപ്പമൊന്നുമില്ല സാർ. ഉറപ്പാണല്ലോ? ഇതെന്ത് കയ്യില്? അത് ഞാൻ ജിമിനേട്ടന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി, അതുകൊണ്ട് ഞാൻ പിന്നെ വന്നതാ. പിന്നെ ജിമിനേട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ. എന്നാ പൊക്കോ. ജിമിൻ എന്താ ഇവിടെ? ജിമിൻ, നീയോ? നിന്നെ കാണാൻ ഞാൻ വന്ന. എന്നെ കാണാൻ വന്നേ? നീ എന്തിനാ ഇവളുടെ ക്യാബിന്? അത് നിന്നെ നിന്റെ ക്യാബിനിൽ കണ്ടില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവളുടെ അടുത്ത് വർത്താനം പറയാൻ വന്നയാ. നിനക്ക് ഇവിടെ വർത്താനം പറയാൻ വേറെ ചിലരുണ്ട്, അത് നിനക്കറിയില്ല? അതും നീ മറന്നു പോയതാണോ കാതലിനെ? നീ എന്തിനാ ജിമിന അവളെ ഇത്ര ഇഗ്നോർ ചെയ്യുന്നേ? അവളതിന് മാത്രം നിന്റെ അടുത്ത് എന്താ ചെയ്തേ? നിങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ടോണ്ടിരുന്നല്ലേ? എനിക്ക് അവളെ ഇഷ്ടല്ല. അപ്പൊ നിനക്ക് ഇവളെ ആയിരിക്കൂലേ ഇഷ്ടം? എനിക്ക് ആരും ഇഷ്ടമല്ല. എനിക്ക് സിംഗിൾ ആയിട്ട് നടക്കാനാണ് ഇഷ്ടം. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നുകൊണ്ട്. നീ എന്താന്ന് വെച്ചാൽ കാണിക്ക്. ഇനി നിന്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും ഇടപെടാൻ പറ്റില്ല. ഞാൻ അവളെ 10ാം ക്ലാസ് പോലെ കാണാൻ തുടങ്ങിയതാ. അവള് വേറൊരു പാവാണ്. അവളെ വെറുതെ കരയിപ്പിക്കരുത്, അത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. നീ ചെയ്തത് ഒരിക്കലും നല്ലതല്ലെന്ന് ഞാനും പറയൂ. മൊത്തത്തിൽ പ്രശ്നമല്ലോ. കാതറൽ, എനിക്ക് ശരിക്കും തന്നെ ഇഷ്ടമല്ല. എന്ത് തെറ്റിദ്ധാരണ പറ്റിയതാണെന്നൊന്നും അറിയില്ല. ബട്ട് യു ഹാവ് ടു ഫോർഗെറ്റ് മീ. ജിമിൻ, ഞാനത് വെറുതെ ഒരു രസത്തിന് കൊണ്ട് നടക്കുന്നതല്ല, അതുകൊണ്ട് എനിക്ക് പെട്ടെന്നൊന്നും അങ്ങനെ മറക്കാൻ പറ്റില്ല. അതെനിക്ക് അറിയാൻ കേട്ടത്. ഞാൻ പറഞ്ഞത് നീ ഒന്ന് ശ്രമിക്കുക. എന്നെ മറന്നതിന് നിങ്ങൾക്കൊരു നഷ്ടം ഉണ്ടാവില്ല. പക്ഷേ ഞാനത് അമ്മയുടെ അച്ഛൻ്റെ അടുത്തും പറഞ്ഞു കഴിഞ്ഞു. സാരില്ല, ഞാൻ മാറ്റിപ്പിച്ചോളാം. ഇനി നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം, അതാ നല്ലത്. ഓക്കെ.
മാത്രം എന്താ ദൈവമേ ഇങ്ങനെ? എനിക്ക് മാത്രമല്ല ഇങ്ങനെയൊക്കെ ഉള്ളൂ. എന്നാലും ഞാൻ എന്താ തെറ്റ് ചെയ്തിട്ടാ? ഇത് എങ്ങനെയല്ല അവരുടെ അടുത്ത് പറയണം. എത്ര പിടിയെന്നല്ലേ നമ്മുടെ മോള് വലുതായി പോയ. ആ അതെ, എങ്ങനെ ഇരുന്നവളാ? എന്തായാലും അവളുടെ കല്യാണം നന്നായിട്ട് തന്നെ നടത്തണം. ആ അതെ, എന്റെ മോളുടെ കല്യാണം എനിക്ക് ഗംഭീരാക്കണം. ആ മോളെപ്പോഴാ വന്നേ? ഇതിന്റെ നേരത്തെ? ഒന്നുമില്ല അച്ഛാ, ചെറിയൊരു തലവേദന, അതാ ഞാൻ പെട്ടെന്ന് വന്നത്. ആ എന്നാ മോള് പോയി റെസ്റ്റ് എടുത്തോ, അതാ നല്ലത്. അച്ഛാ, അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ മോള് പറഞ്ഞോ, വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാറ്ററാണോ? എനിക്ക് ആ ജീവനെ ഇഷ്ടമല്ല. നിങ്ങള് രണ്ടുപേരും കടുത്ത പ്രണയത്തിലാണല്ലോ ഞാൻ എന്റെ അടുത്ത് പറഞ്ഞേ. അതെ അച്ഛാ, പക്ഷെ ഒരു സമയത്ത് എനിക്ക് പിരിയേണ്ടി വന്നു. ഞാൻ പോവാ. പിന്നെ എനിക്ക് കല്യാണമൊന്നും വേണ്ട. സാർ, മേ ഐ കം ഇൻ? യെസ് കം ഇൻ. സോറി സാർ. സോറിയോ? എന്തിന്? അത് പിന്നെ ഞാനും സാറിൻ്റെ ഒപ്പം വരേണ്ടിയായിരുന്നു, പക്ഷെ ഞാൻ വന്നില്ല. എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു. നീ വരൂ വരാണ്ടിരിക്കോ എന്താന്ന് വെച്ചാ കാണിക്ക്. ഐ ഡോണ്ട് കെയർ. നീ വരാണ്ടിരിക്കുന്നതാണ് എനിക്ക് നല്ലത്. ഓ, എനിക്ക് വന്നേ പറ്റുള്ളൂ സാർ. അതിപ്പോൾ എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയി പോയിരിക്കാം. പിന്നെ ഒരു പി എന്നുള്ള നിലയ്ക്ക് സോറി ചോദിക്കേണ്ട അത്യാവശ്യമായി പോയി. അതുകൊണ്ട് ഞാൻ വന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ.